ശരിക്കും ബ്രേക്കപ്പ് ഉണ്ടാവുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിൻ നിന്ന് പോയതുപോലെ, അല്ലെങ്കിൽ നമുക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതായി പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊറ്റ കാരണമേ ഉള്ളൂ. നിങ്ങളുടെ കൂടെയുള്ള പാർട്ട്ണറിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് ഹാപ്പി ഹോർമോണും ലവ് ഹോർമോണായ ഓക്സിറ്റോസിനും ലഭിച്ചിരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അവരില്ലാതാകുമ്പം ആകെപ്പാടെ തകർന്നു പോയി എന്ന് തോന്നുന്നത്, ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്നത്. ഓക്സിറ്റോസിൻ എന്നൊരു ലവ് ഹോർമോണാണ്. അത് നമ്മളുടെ ഫിസിക്കൽ ടച്ചിലൂടെയും സംസാരത്തിലൂടെയും, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരോട് സംസാരത്തിലൂടെയും ഹഗ്ഗിലൂടെയും കൂടുതൽ സംസാരിക്കുന്നതിലൂടെയും കാര്യങ്ങൾ പറയുന്നതിലൂടെയും ഒക്കെ ലഭിക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഈ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് കൂടുതലും പ്രവർത്തികമാവുന്ന ഹോർമോണാണ് ഡോപ്പോമൈനും ഓക്സിറ്റോസിനും. കൂടുതലും നമ്മൾ രാവിലെ മെസ്സേജ് എന്നും ഗുഡ് മോർണിംഗ് അയക്കുന്നതിലൂടെ അവിടെ ഒരു ഡോപ്പോമിനാണ് ക്രിയേറ്റ് ആയി വരുന്നത്. അവിടെ ഒരു പാത ഉണ്ടായി വരികയാണ്. ഓരോ ദിവസം ഓരോ മെസ്സേജ് അയക്കുന്നതിലൂടെയും ഡോപ്പോമിൻ്റെ അളവ് കൂടിക്കൂടി വരികയാണ്. അങ്ങനെ നിങ്ങൾ ഒരാളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ബ്രേക്കപ്പ് താങ്ങാനാവാതെ ആകെപ്പാടെ ഡിപ്രഷൻ എന്നുള്ള നിലയിലേക്ക് നിങ്ങൾ പോകുന്നത്. ആ ഹോർമോണ് കൂടുതലായിട്ട് ഒരാളിൽ നിന്ന് മാത്രം ലഭിക്കുമ്പോൾ പെട്ടെന്ന് ഇല്ലാതായി എന്ന് തോന്നുമ്പോൾ ബ്രെയിനിന് അത് സഹിക്കാൻ പറ്റത്തില്ല. ഇത് ബ്രെയിൻ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബാക്കി ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോർമോൺ കിട്ടും. പ്രണയം എന്നത് ഒരു ലഹരി പോലെയാണ്. ഒരു ലഹരിക്ക് അടിമ ആയതുപോലെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഹോർമോണ് നമ്മൾ അടിമ ആയതുപോലെയാണ്. പ്രണയത്തിൽ നമ്മൾ കൂടുതലായിട്ട് അറ്റാച്ച്മെൻറ്റ് വെക്കുന്ന സമയത്ത് ഈ ഹോർമോണുകൾ കൂടുതൽ പ്രവർത്തിക്കുകയും അതുവഴി നമുക്ക് കൂടുതലായിട്ട് ഹാപ്പിനെസ്, ഒരു തരത്തിൽ കൂടുതൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടും. ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ അവൾ മെസ്സേജ് അയച്ചു, അവൾ എന്നെക്കുറിച്ച് ഓർത്തു, അല്ലെങ്കിൽ അവൻ മെസ്സേജ് അയച്ചു, അവൻ എന്നെക്കുറിച്ച് ഓർത്തു. അങ്ങനെ ഓരോ ദിവസം കൂടുന്നോറും ഒരു കുഞ്ഞു വഴി വലുതായി വരുന്ന പോലെയാണ് ഈ ഹോർമോണിൻ്റെ അളവ് നമ്മളുടെ ബ്രെയിനിൽ കൂടിക്കൂടി വരുന്നത്. ഇത് ഒരാളിലേക്ക് മാത്രമാകുമ്പോൾ ഒരു നിമിഷം കൊണ്ട് ആ ഹോർമോൺ കിട്ടില്ല എന്ന് അറിയുമ്പോൾ ആ ബ്രെയിനിനുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളെ ഡിപ്രഷനിലേക്കും ലോൺലിനെസ് എന്ന ഒരു അവസ്ഥ, നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് ആൾക്കാർ കൂടെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയിലേക്കും നയിക്കുന്നത്. ഈ ഹോർമോണുകൾ നിലച്ചു എന്ന് നിങ്ങളുടെ ബ്രെയിന് തോന്നി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. എങ്കിലും ആ കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ഹോർമോൺ നിലച്ചു എന്ന തോന്നൽ വരുമ്പോഴാണ് നിങ്ങൾ ശരിക്കും തകർന്നു പോകുന്നത്. അതാണ് ശരിക്കും ബ്രേക്കപ്പ് എന്ന സിറ്റുവേഷനിൽ സംഭവിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മറികടക്കാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളാണെങ്കിൽ ആ ഒരു റിലേഷനുള്ള സമയത്ത് ഫ്രണ്ട്ഷിപ്പുമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ നിങ്ങളത് വിച്ഛേദിച്ച് കളയരുത്. അവരുമായിട്ടും കൂടുതലായിട്ട് നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ അവരുടെ അടുത്തു നിന്ന് ഹാപ്പിനെസ് നമുക്ക് കിട്ടുമ്പോഴും ഓക്സിറ്റോക്സിൻ കിട്ടുന്ന സമയത്തും നമ്മളുടെ ആ ഒരു വഴി മാത്രമല്ല, അവിടെ ഒരുപാട് വഴികളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു വഴി നിലച്ചാലും ബാക്കിയുള്ള വഴികൾ അവിടെ കാണും. ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല ആ സമയത്ത്. അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ ആവുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് വിച്ഛേദിച്ച് കളയരുത്. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആരൊക്കെ ഉണ്ടായിരുന്നാലും ഒരു ലവ് റിലേഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇവരെ എല്ലാം മാറ്റി നിർത്തും. അതിൻ്റെ ഒരു മിഡിൽ സ്റ്റേജിലെത്തുന്ന സമയത്ത് പക്ഷെ മാറ്റി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ആപത്ത് ലഭിക്കുക. അവരിട്ടേച്ച് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മളുടെ ഫാമിലി ഫ്രണ്ട്സെ കൂടെ കാണും. പക്ഷേ ആ ഡോപ്പോമീന് തിരിച്ച് വരണമെങ്കിൽ 3-4 മാസങ്ങളെടുക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരോടും കൂടി ആ ഡോപ്പോമീൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരുപാട് വഴികളിൽ നിന്നും ഒരു വഴി പോയാലും നമുക്ക് പ്രശ്നമുണ്ടാകുകയില്ല.